ഒട്ടും തന്നെ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ നേന്ത്രപ്പഴവും അതേപോലെ തന്നെ അരിപ്പൊടിയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഹെൽത്തി ആയിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സിന്റെ റെസിപ്പി ആയിട്ടോ ഇന്ന് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതേപോലെ വൈകുന്നേരം 4 മണി ചായക്കൊക്കെ കുട്ടീസിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ടല്ലോ. പാത്രം എപ്പോൾ കാലിയാക്കി തന്നൊന്ന് ചോദിച്ചാൽ മതി. അത്രയ്ക്ക് ടേസ്റ്റുള്ള സിമ്പിൾ റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. കമന്റ്സ് ഒക്കെ മറക്കാതെ അറിയിക്കണേ. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് നന്നായിട്ട് പഴുത്തതായി ഇതേപോലത്തെ അത്യാവശ്യം വലിപ്പമുള്ള നേന്ത്രപ്പഴമാണ്. മീഡിയം വലിപ്പത്തിലുള്ളതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെയൊക്കെ നമുക്ക് എടുക്കാവേ. നന്നായിട്ട് പഴുത്ത് തൊലി കറുത്ത ഇതേപോലത്തെ നേന്ത്രപ്പഴം തന്നെ വേണം കേട്ടോ എടുക്കാനായിട്ട്. ഇതേപോലെ തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി കൊടുക്കാം. നല്ലോണം പഴുത്ത പഴമൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആട്ടോ ശരിക്കും മധുരത്തിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ. അത് അരച്ചെടുക്കാനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പഞ്ചസാര ഒഴിവാക്കുകയാണ്, ശർക്കര മാത്രമേ എടുക്കുന്നുള്ളൂ. ഇനി ഇത് രണ്ടും നന്നായിട്ട് തന്നെ ഒന്നും കൂടെ അടിച്ചെടുത്തുകൊണ്ട് വരാം. കണ്ടതാ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ നന്നായിട്ട് തന്നെ കട്ടകളൊന്നുമില്ലാതെ ശരിക്കും ഒന്ന് അടിച്ചെടുത്ത് അത്യാവശ്യം വലിപ്പമുള്ളതായി ഇതേപോലെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ്. ഇപ്പൊ സാധാരണ ഇടിയപ്പത്തിനൊക്കെ നമ്മൾ മാവ് കുഴക്കില്ലേ, അതേപോലെ തന്നെ 1 കപ്പ് അരിപ്പൊടി ചേർത്ത് ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് നന്നായിട്ട് തന്നെ ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അരിപ്പൊടി എടുക്കുമ്പോൾ ഒരുമിച്ച് ആദ്യമേ ചേർക്കരുത്. ഇതേപോലെ കുറച്ച് കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ബാക്കിയുള്ളതും കൂടി ചേർത്താൽ മതി കേട്ടോ. സാധാരണ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴയ്ക്കുന്ന അതേ പരുവത്തിൽ തന്നെ നന്നായിട്ട് ഒന്നും കൂടെ കുഴച്ചെടുക്കുക. അരിപ്പൊടിയുടെ അളവല്ല കൂടുതൽ നിൽക്കേണ്ടത്, പഴത്തിന്റെ ആ ഒരു സ്വീറ്റ്നെസ് ആട്ടോ മുന്നിട്ട് നിൽക്കേണ്ടത്. ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ നമ്മളൊന്നും കൂടെ കുഴച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണയോ അല്ലാന്നുണ്ടെങ്കിൽ നെയ്യോ പറ്റി കൊടുത്ത് ഇതേപോലെ കുട്ടി കുട്ടി ബോൾസ് പോലെ ഒന്നും കൂടെ ആക്കിയെടുക്കാം. സാധാരണ നമ്മൾ പിടിക്കൊക്കെ കുഴിക്കില്ലേ, അതേപോലെ തന്നെ കുട്ടി കുട്ടി ബോൾസ് പോലെ ഇങ്ങോട്ട് ആക്കിയെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരുപാട് വലുതൊന്നും ആവണ്ട, തീരെ അങ്ങോട്ട് പൊടിയാവണ്ട, ഈ ഒരു വലുപ്പത്തിൽ മാത്രം മതിയാവും. അങ്ങനെ ഒരു പ്ലേറ്റ് നിറയെ കുട്ടി കുട്ടി ബോൾസ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നേരെ നമുക്ക് ഒന്ന് ആവിക്ക് വെക്കാം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ ആണെങ്കിൽ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അങ്ങോട്ട് ആവിക്ക് വെച്ച് ഒരു 15 മിനിറ്റ് അത്ര മാത്രം മതിയാവും കേട്ടോ. പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളൂ. നന്നായിട്ട് തന്നെ ഒന്നുകൂടെ ആവി കയറി വരട്ടെ. അങ്ങനെ നമ്മുടെ ബോൾസ് ഒക്കെ ആണെങ്കിലും നല്ലോണം ആവി കയറി ശരിക്കും ഒന്നും കൂടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് മതിയാവും. ഇനിയിപ്പോൾ ഇതെടുത്ത് നല്ലോണം ഒന്നും കൂടെ തണുത്ത് വരാനായിട്ട് മാറ്റി വെക്കാം. വലിയ ചൂടൊക്കെ ഒന്ന് ആറി വന്നാൽ മാത്രം മതിയാവും. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർക്കുകയായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇതിലേക്ക് ഒരു ചെറിയൊരു പിടി കാഷ്നട്ട് ഇതേപോലെ ചെറുതായിട്ട് ഒന്നും കൂടി കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. കാഷ്നട്ടും ആ നെയ്യിൽ കിടന്നുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മൂത്ത് വരുമ്പോൾ 1 കപ്പ് 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചെറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നെയ്യിൽ കിടന്നുകൊണ്ട് തേങ്ങയുടെ ഒക്കെ ആണെങ്കിലും പച്ചമണം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മാറി വരുമ്പോഴാണ് ഇതിലേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കിടത അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്നുകൂടെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു കളറൊക്കെ ഒന്ന് മാറിയിട്ട് ഈ ഒരു പരിവായം മാത്രം മതി കേട്ടോ. ഇതിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് ശർക്കര പാനിയാട്ടോ എടുത്തിരിക്കുന്നത്. ഇതേപോലെ അങ്ങോട്ട് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നല്ല ചൂടോട് കൂടി തന്നെ കേട്ടോ ഞാൻ ചേർക്കുന്നത്. ഇങ്ങനെ അരിക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലും മണ്ണും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടിക്കോളും. ഇനിയിപ്പോൾ തേങ്ങയും ഈ കാഷ്നട്ടും നെയ്യും അതേപോലെ തന്നെ ശർക്കര പാനിയും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടെ തിളച്ച് യോജിച്ച് വരണേ. ഇതിലേക്ക് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ട് തന്നെ ഒന്നും കൂടെ മിക്സ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഉണ്ടല്ലോ, അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ, എല്ലാം നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. മധുരമൊക്കെ ആണെന്നുണ്ടെങ്കിലും പാകത്തിനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മധുരം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചും കൂടി ശർക്കരപ്പാനി ചേർത്ത് കൊടുത്താൽ മതി. വേറെ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കണ്ട കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്നും കൂടി മിക്സ് ആക്കി ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു 5-10 മിനിറ്റും കൂടി ഒന്നും കൂടി ചൂട് കയറി വരാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങയും നെയ്യും എല്ലാം ആ ബോൾസും ഒക്കെ ആയിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടി യോജിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. ആ ബോൾസ് റെഡിയാക്കി എടുക്കാനുള്ള കുറച്ച് പാട് മാത്രമേ ഉള്ളൂ. അതല്ലാതെ ബാക്കി എല്ലാം സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ ഏറ്റവും ഹെൽത്തി ആയിട്ട് സ്കൂളൊക്കെ വിട്ട് വരുന്ന നമ്മുടെ കുട്ടീസിന് കൊടുക്കാൻ പറ്റാവുന്ന അടിപൊളി റെസിപ്പി തന്നെയാണ്. നല്ലൊരു ചൂട് ചായയുടെ കൂടെ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടാവുന്ന റെസിപ്പിയും കൂടി കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. കമൻസ് ഒക്കെ മറക്കാതെ അറിയിക്കുക. അതേപോലെ തന്നെ വീഡിയോ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് ഷെയറും കൂടി ചെയ്യാനും, ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ നല്ല അടിപൊളി വീഡിയോസും റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ടിരിക്കുക. ബൈ.